നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുസമൂഹത്തിൽ KSRTCക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടികൾ താൻ ചെയ്യില്ലെന്നും MA റഹീം MPയുമായി താൻ സംസാരിച്ചത് വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും യദു മേയർ തർക്കത്തിൽ KSRTC കണ്ടക്ടറായ സുബിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഡ്രൈവറുടെ തുറന്നു പറച്ചിൽ. ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രന് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ലെന്നാണ് സുബിൻ മൊഴി നൽകിയതെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പിൻസീറ്റിലായതിനാൽ താൻ ഒന്നും കണ്ടിട്ടില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ബസ് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് തടഞ്ഞപ്പോൾ മാത്രമാണ് താൻ സംഭവം അറിയുന്നതെന്നാണ് സുബിൻ പറഞ്ഞതായി പ്രചരിക്കുന്നത്. എന്നാൽ പോലീസിന് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളെല്ലാം തെറ്റാണ്. സംഭവം നടന്ന 2 മണിക്കൂറിനുള്ളിൽ KSRTCക്ക് എന്റെ മൊഴി ഞാൻ എഴുതി നൽകിയിട്ടുണ്ട്. പിറ്റേ ദിവസം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. തലേ ദിവസം എഴുതി കൊടുത്ത മൊഴി തന്നെയാണ് അവിടെയും പറഞ്ഞത്. ഒരു കാര്യം പോലും അധികമായി പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്കും കുടുംബത്തിനും മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. ആരെയും സഹായിക്കാനും വെള്ളപൂശാനും ഞാനില്ല. കേസ് കോടതിയിൽ വരുമ്പോൾ മൊഴി കോടതിയിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാമല്ലോ എന്നാണ് കണ്ടക്ടറുടെ ഭാഷ്യം. കഴിഞ്ഞ ദിവസം 27-ന് നടന്ന സംഭവം ഓരോ ദിവസം കഴിയുന്തോറും വിവാദങ്ങൾ വലുതായി. ഞാൻ ഈ കേസിലെ പ്രതിയോ വാദിയോ അല്ല, സാക്ഷി മാത്രമാണ്. ഞാൻ എന്തിനാണ് ഒളിവിൽ പോകേണ്ടത്? എനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ള പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല. സംഭവം നടന്ന പിറ്റേ ദിവസവും ഞാൻ ഡ്യൂട്ടിയിൽ കയറി. ഇന്നും ഡ്യൂട്ടിയിലുണ്ട്. ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും വേണം പ്രവർത്തിക്കാൻ. അതിനുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത്. എന്തെങ്കിലും നാക്കുപിഴ സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. ഞാൻ കാരണം KSRTCക്ക് അവമതിപ്പുണ്ടാകാൻ പാടില്ല. മെമ്മറി കാർഡ് ആരെടുത്തു എന്ന വിഷയത്തിൽ എല്ലാ മലയാളികളെയും പോലെ ആരാണത് എന്നറിയാൻ ഞാനും കാത്തിരിക്കുകയാണ്. ഫോറൻസിക് ഫലമൊക്കെ പുറത്തു വരട്ടെ എന്നാണ് സുബിൻ പറയുന്നത്. 3 ദിവസം യദുവുമായി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പേരും സ്ഥലവും പറഞ്ഞിരുന്നു. വ്യക്തിപരമായി കൂടുതലും അറിയില്ല എന്നും യദു കുഴപ്പക്കാരനാണോ എന്ന് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നും ഡ്രൈവർ പറയുന്നു. താൻ മൊഴി കൊടുത്ത മുറിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ രഹസ്യമായ മൊഴിയാണത്. ഞാൻ എന്താണ് മൊഴി കൊടുത്തതെന്ന് ഭാര്യയ്ക്ക് പോലും അറിയില്ല. മൊഴിപ്പകർപ്പ് ആർക്കും നൽകരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നതായി സുബിൻ പറയുന്നു. അതിനിടെ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായ തർക്കത്തിൽ നടപടി ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസും KSRTCയും. ഡ്രൈവിംഗിനിടെ 1 മണിക്കൂറിലധികം സമയം ഡ്രൈവറായ യദു ഫോണിൽ സംസാരിച്ചെന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികൾ ഘടിപ്പിക്കുന്നത്. ഡ്യൂട്ടിക്കിടെ യദു ഫോൺ വിളിച്ച പോലീസ് റിപ്പോർട്ട് KSRTCക്ക് നൽകും. അതിനിടെ യദുവിനെതിരായ നടി റോഷ്നിയുടെ പരാതിയിൽ KSRTC വിജിലൻസ് വിഭാഗവും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. യദു നേരത്തെ അപകടകരമായി വാഹനം ഓടിച്ചെന്നും അപമര്യാദയെ സംസാരിച്ചുവെന്നുമാണ് റോഷ്നി ആൻഡ് റോയ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. നടി പറഞ്ഞ കഴിഞ്ഞ വർഷം ജൂൺ 18, 19 തീയതികളിൽ തിരുവനന്തപുരം വഴിക്കടവ് ബസ് ഓടിച്ചത് യദു ഷീറ്റിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. അന്ന് തർക്കത്തിൽ ഇടപെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. അതേസമയം മേയറുമായുള്ള തർക്കത്തിൽ യദു നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയൽ മാറ്റി. മേയർ ആര്യ രാജേന്ദ്രൻ, MLA സച്ചിൻ ദേവ് എന്നിവരടക്കം 5 പേർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പൊതുഗതാഗതം സ്തംഭിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. കുറ്റകൃത്യം ചെയ്യാനായി അന്യായമായി ബസ്സിൽ അതിക്രമിച്ചു കടന്നെന്നും അന്യായമായി തടഞ്ഞുവെച്ചുവെന്നും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്നും ഹർജിയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.